ഞാൻ ഇന്നത്തെ ഒരു വർക്കൗട്ട് വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോയില്ല. ഇന്നലെ ഉറങ്ങാൻ വേണ്ടി ലേറ്റായി. ഫുഡ് കഴിക്കാൻ പോയി. ഇന്നലെ അഡ്വാൻസ് ഇട്ട ദിവസമാണ്. ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് റൂമിലെത്തി 1:30 സമയമായി. പിന്നെ ഉറങ്ങി. രാവിലെ നല്ല മഴ. 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി. വർക്കൗട്ട് ചെയ്യാൻ പോയില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് സൺഡേ ഹോളിഡേ ആയിരുന്നല്ലേ, വർക്കിൽ കയറി. ഇനി എപ്പാന്ന് ഇടുവാൻ എനിക്കറിയില്ല. നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം വർക്കൗട്ട് വീഡിയോ ഇടാം. വർക്കൗട്ടല്ല, ജസ്റ്റ് ഓടുന്ന ആ ഒരു 5 സെക്കൻഡ് ഇടാം. ഇന്നലെ വൈകുന്നേരം ബ്രേക്ക് ടൈം നല്ല മഴയായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് ബീച്ചിൽ പോവാം, ജസ്റ്റ് ഒരു വൈബ് പിടിക്കുക. തനിച്ച് വന്നിട്ട് ഇന്നലെ വണ്ടി എടുത്ത് ഇയർഫോൺ കുത്തി നേരെ വൈപ്പിൻ ഫാൽക്കൺ ബീച്ചിലേക്ക് വിട്ടു. അവിടെ ഇരിക്കുമ്പോൾ ഇപ്പുറം കപ്പിൾസ് അപ്പുറം കപ്പിൾസ്, പിന്നെ ഫ്രണ്ട്സായിട്ട് ടീം കുറേ. മൂഡ് പോയി. പക്ഷെ എന്നാലും കുറച്ച് സമയം അവിടെ നിന്ന് 2-3 പാട്ടൊക്കെ കേട്ട് ചായ കുടിച്ച് ഒന്ന് സെറ്റായി. പിന്നെ റൂമിലേക്ക് വന്നു. മഴ ഉണ്ടായിരുന്നു. മഴക്ക പോയി. നല്ലൊരു മൂഡുണ്ട്, ഒരു വൈബ് ഉണ്ടായിരുന്നു. പക്ഷേ പണ്ടത്തെ ഒരു മൂഡൊന്നും കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ച. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ ബുക്ക് വായിച്ചത്. അതിൽ ഒരു കാര്യം പറഞ്ഞു. അതായത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ്. ഹെൽത്തി റിലേഷൻഷിപ്പ്, അൺഹെൽത്തി റിലേഷൻഷിപ്പ്, ഡിഫറൻസ് പറഞ്ഞിരുന്നു. കുറേ കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പാണെന്ന് വിചാരിക്കുക. അതിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ആ ആർഗ്യുമെൻറ്റിൽ പറയുന്നു, നിന്നെ ചിന്തിച്ചിട്ട് നീ കാരണം എനിക്ക് വർക്കിൽ ഇങ്ങനൊരു കുഴപ്പമുണ്ടായി, നിന്നെ ചിന്തിച്ചോടാ എനിക്ക് പറ്റിയത്, നീ കാരണം ഇങ്ങനെയായി എന്ന് പറയുന്നു. ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പാർട്ണർ മറ്റൊരു പാർട്ണറോട് ഇങ്ങനെ പറയും, നീ കാരണമാണ് എനിക്ക് വർക്കിൽ ഇങ്ങനെ ചെയ്യാൻ പ്രശ്നം പറ്റിയത്, മിസ്റ്റേക്ക് പറ്റിയത് നീ കാരണമാണ് പറയുന്നു. എന്നിട്ട് ശരിക്കും ഇവൻ്റെ പ്രോബ്ലം ഇവൻ അവളിലേക്ക് അടിച്ചേൽപ്പിച്ച്. ഇത് അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ അവളെന്ത് ചെയ്യും? അവൾ സെൽഫ് ബ്ലെയിം ചെയ്യും. ഓക്കെ, ഞാൻ കാരണമാണ് പറ്റിയത്, ഇവൻ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ കാരണം ഞാനാണ്, ഞാൻ നോക്കിക്കൊണ്ട് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണോ, അല്ലേ ഇനി ഇവൻ എന്ത് പറ്റിയാലും അതിന് കാരണം ഞാനായിരിക്കും. അതുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെയാണോ, ഇവൻ സഫർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇവനെ ഹെൽപ്പ് ചെയ്യണം. ഇവന് വേണ്ടത് അറ്റൻഷനാണ്. ഇത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ മെയിൻലി റിലേഷൻഷിപ്പിൽ കാണുന്ന പെൺപിള്ളേർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ വിക്ടിംബ്ലേജ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് അറ്റൻഷൻ കിട്ടുന്ന വെച്ചാൽ നമ്മളെന്ത് സഹായിക്കും. ഇതെല്ലാ റിലേഷൻഷിപ്പിലും കണ്ണുകൊടുക്കുന്ന കേസാണ്. കാരണം ഇതാണ് മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നത്. ഒരാൾ വിക്ടിംബ്ലേജ് ചെയ്യും, ഒരാൾ സേവർ അടിക്കും. ഈ വിക്ടിംബ്ലേജ് ചെയ്യുന്ന അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടുമ്പോൾ അവർക്ക് അറ്റൻഷൻ കിട്ടും, അവർക്കൊരു സന്തോഷം കിട്ടും. ഈ സഹായിക്കാൻ തയ്യാറാവുന്ന സേവർ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലം അല്ലെങ്കിലും നമ്മളതാണെന്ന് പറഞ്ഞ് സെൽഫ് ബ്ലെയിം ചെയ്യുന്നത്, അത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അവനൊരു അറ്റൻഷൻ കിട്ടും. ഇത് സത്യം പറയും, ഇതാണ് അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവൻ ഇവിടെ ചിന്തിച്ചിട്ടായിരിക്കും മേ ബി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി. പക്ഷേ അവൻ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ പെണ്ണ് നോക്കുമ്പോൾ നിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ പറ്റി, കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്, ഞാൻ ഓക്കെയാണ്, നീ ബാക്കി കാര്യം നോക്കി, ഇങ്ങനെ പറയുന്നത്. അതായത് ഇവൻ്റെ പ്രോബ്ലം ഇവൻ തനിച്ച് സോൾവ് ചെയ്ത് എന്നിട്ട് ഇവളോട് പറയുന്നു ഇങ്ങനെ നടന്നു എന്നുള്ളത് ഇവളോട് പറയുന്നു. അവളെ ബ്ലെയിം ചെയ്യുന്നില്ല, അവൾ കാരണം എന്ന് പറയുന്നില്ല, ഇതൊന്നുമില്ല. ഇത് ഹെൽത്തി റിലേഷൻഷിപ്പിന് എക്സാമ്പിളാണ്. ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ തീർക്കണം. വേണം അവരെ സപ്പോർട്ട് നമുക്ക് വാങ്ങാം. അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഇവരാണ് ക്രിയേറ്റ് ചെയ്യല്, ഇവർ കാരണം വന്നതെന്ന് വെച്ചിട്ട് അതിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവരെ ബ്ലെയിം ചെയ്യുന്നത്, അവരെ തന്നെ സെൽഫ് ബ്ലെയിം ചെയ്യിപ്പിക്കുന്നത് വളരെ മാന്യമായ പരിപാടിയല്ല. ഇത് കുറേ ആൾക്കാർക്ക് അറിയത്തില്ല. എല്ലാവരും ഒരാവശ്യവും ലോജിക്കൊന്നുമില്ലാതെ
ഇങ്ങനെ ഞാൻ അവന് വേണ്ടി ചാവും, ഞാൻ അവൾക്ക് വേണ്ടി ചാവും, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും. സിംപ്ലി പറയുന്നതാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ തലയെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളെ കാണണമെന്ന് ആൾക്കാർ നമ്മളെ ഇങ്ങനെ കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിത് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഒരു ലൈനുണ്ട്, ആ ലൈന് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ ബൗണ്ടറീസ് റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് കീപ്പ് ചെയ്തിട്ട് പോകണമെങ്കിൽ എത്ര കാലം വരെ എത്തുന്നറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റേ വിക്ടിം ബ്ലെയിം, ഒരാൾ സേവർ കളിച്ചാൽ അത് എത്ര കാലം ഉണ്ടാവും? അധികാലം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായ ചരിത്രമില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യണം, അവരെ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരെ സോൾവ് ചെയ്യാൻ വിടണം, നമുക്കവരെ സപ്പോർട്ട് ചെയ്യാം. അതാണ് റിലേഷൻഷിപ്പിലുള്ളത്. അതാണ് ഈ എന്താ പറയുക, ഒരാളെ നമ്മൾ ഈ ഇമോഷണൽ സപ്പോർട്ട് വരുന്ന കാര്യം ഇതാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഇമോഷണൽ നമുക്ക് അവരെ പുഷ് അവരെ പ്രോബ്ലം, അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയും. ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സപ്പോർട്ട്. അല്ലാതെ ഇപ്പം നിൻ്റെ പണി പോയി, നീ ഒരു പെണ്ണ്, നിൻ്റെ പണി പോയി, എന്നിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ പെണ്ണ് വരുന്നത് എൻ്റെ പണി പോയി, ഇപ്പോൾ ചെക്കൻ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ കാരണമായിരിക്കും വേണം പണി പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇങ്ങനെ എൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ എൻ്റെ കടമ, ഞാൻ സെൽഫ് ബ്ലെയിം അവിടെയും വരുന്നത് തെറ്റ്, അൺഹെൽത്തി. ചിന്തിക്ക്, നിൻ്റെതല്ല, നീയല്ല പ്രോബ്ലം ക്രിയേറ്റർ, നീയല്ല. അത് അവളെ പ്രോബ്ലം, അവളെ പണി പോകാൻ കാരണം അവളെ പ്രോബ്ലം. അവൾ ചൂസ് ചെയ്യുന്നതാണ്. നമുക്ക് നീ ഒരു പ്രശ്നമെന്ന് കണ്ടിട്ടും നിന്നെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ചൂസ് ചെയ്താൽ അത് അവൾ ചെയ്തതാണ്, മനസ്സിലാക്കണം. നിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല, പക്ഷെ അവൾ ആ സാധനം മനസ്സിലാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഇത് നമ്മളെ തലയെടുത്ത് വെച്ചാൽ അവിടെയാണ് പ്രശ്നം വരിക. പിന്നെ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് പറയാൻ പറ്റില്ല ഇത് എത്ര വരെ കണ്ടിന്യൂസ് ആയിട്ട് പോയല്ലേ, ഇത് എത്ര വരെ ഇങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ സെയിം അവസ്ഥയുള്ള, പക്ഷെ സംടൈംസ് നല്ല കാര്യങ്ങൾ പറയും, സംടൈംസ് ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കും. എല്ലാവർക്കും പറയുന്നത് കേസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ് ട്രസ്റ്റ്. പിന്നെ ഇങ്ങനത്തെ ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് ട്രസ്റ്റും ഉണ്ട്. ട്രസ്റ്റ് മെയിനായിട്ട് ബ്രേക്ക് ആവുന്നത് ചീറ്റിങ് എന്ന് പറയുന്ന സാധനമാണ്. ഈ സാധനം ഉള്ളതുകൊണ്ടാണ് പകുതി റിലേഷൻഷിപ്പും ഒരു പർട്ടിക്കുലർ ടൈം ആയി പോകുന്നത്. പക്ഷേ ഈ ചീറ്റ് ചെയ്തിട്ടും ആ റിലേഷൻഷിപ്പ് തന്നെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവരെ എന്താ പറയുക, അവരത്രക്കും അവരെന്നെ കുഴിച്ചിട്ട് അതിലേക്ക് അവരെ തന്നെ ഇട്ട് മൂവ് ചെയ്യുന്നു. സിമ്പിളായിട്ട് പറയാം, നമുക്ക് ഒരാൾക്കും ഒരു വിശ്വാസം പോയാൽ വിശ്വാസം വരണമെങ്കിൽ സമയം എടുക്കും. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ സമയം എടുക്കും. ഈ മീൻ വയലിൽ, അതായത് ഈ മീൻ ടൈമിൽ ഇവർ ഒന്നേ ഉണ്ട്, ഓക്കെ ഇങ്ങനെയാണ് എൻ്റെ പാർട്ണർ ഞാൻ കാരണം ഇങ്ങനെയായി. അഫ്കോഴ്സ് ഈ കാര്യത്തിൽ നമുക്ക് എടുക്കുക. കാരണം ഇവിടെ സ്വഭാവം വെച്ചിട്ടാണ് ഇവൻ്റെ മൈൻഡ് ഇങ്ങനെയായി. അവൻ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞെങ്കിൽ ഇവള് പറഞ്ഞ് വേണ്ട ഞാൻ മാറാം, മനസ്സിലായ? അവന് പറ്റുന്നില്ല, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യാൻ ഞാൻ മാറാം. ഇവള് പറഞ്ഞ് വിശ്വസിച്ചിട്ട് ഇവള് ശരിയാവാൻ വേണ്ടി ഇവൻ കാത്തുനിന്ന് മീൻ ടൈം അവൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നോക്കും. ഇവള് പിന്നെയും അതേ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവാം? അവിടെ പോയി. ഇത് 2-3 വട്ടം ചെയ്ത് എങ്ങനെ ഉണ്ടാവുക? 2-3 വട്ടം 4, 5, 6, 7, 8, 9, 10, 12, 20 വട്ടമായാലോ? അവനില്ലേ, അവൻ തേച്ച് അവിടെ ഒട്ടിച്ച് അവൻ ഒന്നുമില്ലണ്ടായി, ചിന്തിക്കാനുള്ള ബോധം പോയി. എന്താ പറയുക, ഒരു നേരെ വഴിക്ക് ചിന്തിക്കാൻ പറ്റാണ്ടായി, വർക്കും നേരെ വണ്ണൊരു പോകാത്ത വിധത്തിലായി മൊത്തത്തിൽ. ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ കാണുന്ന വെച്ചാൽ ഇവർ നന്നാവുന്നുമില്ല, എന്നാൽ ഒട്ടും ഇവർ 100% ജെന്യുവൻലി ഒരാളെ നോക്കുന്നുമില്ല. ഇവർക്ക് വേണ്ടത് അറ്റൻഷനാണ്, അറ്റൻഷൻ ക്രേവിങ് ആണ്. ഈ മോസ്റ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് അവർ അറ്റൻഷന് വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യും. ഈ പൈസ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ, അത് ഇത് ഫുഡ്, ഇതെല്ലാം കുറേ അടുക്കുന്നത് നമ്മൾ അറ്റൻഷൻ പ്രതീക്ഷിച്ചാൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു കാറ് വാങ്ങുന്നു, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോന്ന്, രണ്ടാമത്തെ ആൾക്കാർ കാണും, അറ്റൻഷൻ കിട്ടും, അവിടെ ഉണ്ടോന്ന്. വീടായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും അതിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ചിന്തിക്കുന്നത് ആൾക്കാർ നമ്മളിങ്ങനെ കാണണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ ടാറ്റു,
ഈ വെളിയിൽ കുത്തുന്നത് എന്തിനാണ്? ആൾക്കാർ കാണണം. ടാറ്റു അടിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് ടാറ്റു ഉണ്ട് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ടാറ്റു അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ സെയിം സാധനം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റിലേഷൻഷിപ്പിൽ അറ്റൻഷൻ ബേസ്ഡ് നോക്കുന്നതാണെങ്കിൽ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലും അവൾ അറ്റൻഷന് വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യും. അവൾക്ക് വേറെ ആൾക്കാരെടുക്കുന്ന അറ്റൻഷൻ കിട്ടുമ്പോൾ അവൾക്ക് സുഖം ഉണ്ടെങ്കിൽ അല്ലെ അതിൽ അവൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പ് ഒറ്റയടിക്ക് ബ്രേക്കപ്പ് ചെയ്തിട്ട് പോകുന്നതാണത്. കാരണം ഇങ്ങനത്തെ ആൾക്കാർ ചേഞ്ച് ആകത്തില്ല. ഞാൻ മനസ്സിലാക്കണം. ഞാൻ എന്തൊക്കെ പറയുന്നത്, ഞാൻ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ആകെ ഇന്നലെ തന്നെ വീഡിയോ കണ്ട 2 ആൾ, അതിലൊന്നും ഞാൻ ഒന്നും വേറെ ആരോ ഒരു സബ്സ്ക്രൈബറുണ്ട്. അത് ആരാന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചല്ല. ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും, അതാണ്. 10 മിനിറ്റ് ഓൾറെഡി ആയി. ഇത്ര സമയം വരെ ആര് കേൾക്കുന്നു അല്ലെ കേട്ടിട്ടൊന്നും അറിയില്ല. മേ ബി ഒരു 4-5 വർഷം കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരെ ഇത് കേൾക്കുമായിരിക്കും. വേറെ പറയാൻ വേണ്ടി പോകാനൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇന്നലെ ബീച്ചിൽ പോയി കുറച്ച് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്ത് തരാം, ഒരു ഫോട്ടോ. അതിന് എഡിറ്റ് ചെയ്യണം. ഞാൻ എഡിറ്റ് ചെയ്യാറൊന്നുമില്ല. റോ ഇങ്ങനെ തന്നെ ഒരു എഡിറ്റിലാണ് ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അല്ല വേണം ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാൻ കയറ്റിയിട്ട് ചടങ്ങാണ്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയില്ല. 12 മണി ആവുന്നേ ഉള്ളൂ. പക്ഷേ 1 മണി ആവുന്നേ ഉള്ളൂ. കുറേ സമയം കൂടി ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കണമെന്നുണ്ട്. പക്ഷേ 12, 13, 14 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് എല്ലാം ഈ മയിലെന്നാൽ സംസാരിക്കുന്നത് ഇതിലുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒന്നും സംസാരിക്കുന്നില്ല. അതിൽ ഇത്ര കാര്യങ്ങളൊക്കെ കേൾക്ക്. ഇത്ര എന്തെങ്കിലും യൂസ്ഫുള്ളായ ടിപ്സോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞെങ്കിൽ അതെടുക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഇന്നോ നാളെയോ പോയിട്ട് ഷെയ്വ് ചെയ്യണം. മുടി മുറിക്കാനും ആയിന്. ഇന്ന്